ബഹളം വെക്കാതെ വേഗം വാ, ഹരി വണ്ടിക്കകത്തുണ്ട്. உன்னை இவ்வளவு சீக்கிரம் சந்திப்பேன்னு நான் கனவுலையும் நினைக்கல. வாமா கண்ணு, வந்து உட்காரு. വാടി ഇങ്ങോട്ട്, കേരടി വണ്ടിയിലും. എനിക്ക് ഇതിന് ചക്രം കിട്ടുന്ന കേസാ. എങ്ങോട്ടാ? ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ? ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും. എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്കാം. അവളുടെ അണ്ണൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അണ്ണനോ? അതെ, അണ്ണൻ. അന്ന് വന്ന അണ്ണൻ. ദൈവമേ, ചതിച്ചോ? എന്താ മോനെ പറ്റിയത്? അവരേത് വഴിക്കാ പോയത്? ഒപ്പോണെങ്കിൽ വാരിശാല വഴി ഓടിക്കോ. അവര് ജീപ്പിനാ പോയത്. കണ്ണപ്പാ, കണ്ണപ്പാ, നേരെ കളയാതെ വേഗം ഓട്. അവിടുത്തെ അവളുടെ അണ്ണൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അത് അറിഞ്ഞതും അരിക്കുഞ്ഞ് അവരുടെ പിറകെ ഓടിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വാടാ. കട്ടപ്പൊണ്ടാട്ടിയ വേലക്കാരിയാവ വെച്ചിരിക്ക. അത് ഞാൻ നോക്കിക്കോളാം. പോടാ പുല്ലേ. ആരാണോ ഹരിയത്തുള്ളത്? ആരാണ്? അവിടെ നിന്നോ. എടാ പൊള്ളാച്ചി അണ്ണ, മുണ്ട് മുണ്ട്.
എന്താ ഒന്നും കാണാതെ നിങ്ങൾ ഇവളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ. നിങ്ങളിൽ ആരാടാ ഇവളുടെ കൊച്ചിന്റെ തന്ത? മച്ചമ്പ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? വന്നത് ഇവിടെ അണ്ണനൊന്നും അല്ല. അതല്ല ചോദിച്ചതിന് സമാനം പറ. ഹരി ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പവിഴ എന്റെ ഭാര്യയാണച്ച. അല്ല, അവളെ രക്ഷപ്പെടുത്താൻ നീ നോക്കണ്ട. കൊല്ലിത്തെങ്കി കൊന്ന. എന്നാലും പറയാ, ഇവളെന്റെ ഭാര്യയാ. ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് ആരുടെ സമ്മതമൊന്നും വേണ്ട. ഇവള് ഭാര്യയാണെങ്കിൽ പിന്നെ എന്തിനാണ് വേലക്കാരിയാണെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? അച്ഛനെ അമ്മാവനെ ഏട്ടന്മാരെയൊക്കെ പേടിച്ചിട്ട്. നീ ചെയ്തത് മഹാപാപമാടാ. താലി കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം കഷ്ടപ്പെടുത്തി. സത്യം ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ സ്വീകരിക്കുമായിരുന്നോ? ഏട്ടന്മാരെ സ്വീകരിക്കുമായിരുന്നോ? അമ്മാവൻ സ്വീകരിക്കുമായിരുന്നോ? ഈ പറയുന്ന അമ്മ? ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. എനിക്ക് വേണ്ടത് ഒരു മരുമോളെയാണ്. ഈ തങ്കക്കുടത്തിനെ ഞാൻ കളയില്ലടാ. பொள்ளாச்சி நாச்சிமுத்து கவுண்டம் பரம்பரையில வந்த வீரமுத்து கவுண்டனா ஒரு பெரிய கிராமத்துக்கே சொந்தக்காரன். இதோ இந்த பொண்ணோட அப்ப. என் விதி, நான் 2 தப்பு பண்ணிட்டேன். ஒண்ணு, இந்த பரதேசி நாய் பேச்சை கேட்டது. இன்னொன்னு, முன்ன பின்ன தெரியாத இவனுக்கு என் பொண்ண கல்யாணம் பண்ணி கொடுத்தது. மகராசியா வாழ்வேன். என் பொண்ண நான் ஆசீர்வாதம் பண்ணி அனுப்புனேன். நீங்க எல்லாருமா சேர்ந்து அவளை வேலைக்காரி ஆக்கிட்டீங்க. இனி ஒரு நிமிஷம் கூட അവളെ இந்த വീട്ടിൽ ഞാൻ இருக்க വിട മാട്ടേ. വാമാ വാ. വീരമുത്ത് കൗണ്ടരെ, താൻ തന്റെ മകളെ കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ടു. പിന്നെ കിഴക്കത് മാസം 2 എടുത്തോണ്ട് ഓടുന്ന കണ്ടാ തോന്നുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്. ഒന്ന് പോ തന്ത കൗണ്ടറെ. കൗണ്ടർ അകത്ത് കയറിയിരിക്കേ. മോളൊന്ന് പെറ്റോട്ടെ, എന്നിട്ട് പോവാലോ. இல்ல, பேர குழந்தை பிறக்கட்டும், அப்புறம் போலான்னு சொல்றாரு. வளகாட்ட முடிச்சிட்டு போங்கப்பா. പൊള്ളാച്ചി കൗണ്ടറെ, നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമനാറിയ. അതാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. തെറ്റുകൾ കുറെയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ് മോളെ. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം. നീ എന്റെ മരുമകളാ, ധൈര്യശാലി. என்ன சொல்றாருன்னு புரியுதா? உங்க மக ரொம்ப தங்கமான பொண்ணுன்னு சொல்றாரு. ആ, മോനെയും മരുമകളെയും നന്നായിട്ടൊന്ന് ഒഴിഞ്ഞേ. ശരിയാ. എന്നാ പെങ്ങളെ, മാപ്പിളയും പെണ്ണും കൂടെ നീങ്ങി നിന്നേ. ഗോപി, നീ ഇങ്ങോട്ട് വന്നേ.
ദീർഘായുസായിട്ടിരി മക്കളെ. അതെ, ഞങ്ങളും പൊള്ളാച്ചിക്ക് വരട്ടെ. ഓ എന്തിനാ? ഞങ്ങൾക്കും കൂടി ഓരോന്നിനെ സംഘടിപ്പിച്ചു തരുമോ? ഓക്കേ